നിങ്ങളുടെ സ്കിൻ പ്രൊഡക്ട്സ് വലിച്ചെറിയേണ്ട സമയമായോ? എന്ത് മുഖത്തിട്ടുണ്ടെങ്കിലും പുകച്ചിലും എരിച്ചിലും ചൊറിച്ചിലും, അതുകൂടാതെ തന്നെ പാമ്പിന്റെ പടം ഒഴിയണ പോലെ നമ്മളുടെ സ്കിൻ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞു പോവുക, പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരിക, ഹൈപ്പർ പിഗ്മെന്റേഷൻ, അതുപോലെ തന്നെ സാധാരണയിലും കൂടിയ അളവിൽ നിങ്ങൾക്ക് മുഖക്കുരു വന്നു പോവുക. പലരും ഇതിനു വേണ്ടിയിട്ട് ഹോം റെമഡീസ് ഒക്കെ നോക്കി ഒന്നും കൂടി സ്കിൻ കണ്ടീഷൻ വഷളാക്കിയെന്നിരിക്കാം. ഇത് നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയതിന്റെ ആയിരിക്കാം. അല്ല, എന്താണ് ഈ സ്കിൻ ബാരിയർ? ലളിതമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊലിന്റെ അവസാനത്തെ ലെയറായ എപ്പിഡെർമിസും പിന്നെ ലിപ്പിഡ് എന്ന് പറഞ്ഞ കമ്പോണന്റ് എല്ലാം ചേർന്നിട്ട് ശരീരത്തിന്റെ മോയ്സ്ചർ നിലനിർത്താനും പുറമേ നിന്നുള്ള ഇൻഫെക്ഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇനി സ്കിൻ ബാരിയർ നഷ്ടപ്പെട്ട നേരത്തെ കാണിച്ച കണ്ടീഷൻ പോലുള്ള കേസുകളിലാണെങ്കിൽ ജലാംശം പുറത്തേക്ക് പോകുന്നു. ഇതിനെ ട്രാൻസ് എപ്പിഡെർമൽ വാട്ടർ ലോസ് എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനും തൊലി ഡ്രൈ ആയി ഡീഹൈഡ്രേറ്റഡ് ആയി കൂടുതൽ ഇൻഫെക്ഷൻസ് വരുന്നു. ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു സ്കിൻ ബാരിയർ ഡാമേജ് ആവാനായിട്ടുള്ള സാധ്യത കൂടുതൽ? ഒന്നാമത്തെ കൂട്ടരാണെങ്കിൽ 3, 4, 5 തവണ മുഖം കഴുകി മോയ്സ്ചർ എല്ലാം കളഞ്ഞ് സ്കിന്നിനെ നശിപ്പിക്കുന്നവരാണ്. രണ്ടാമത്തെ കൂട്ടർ ഓവർ എക്സ്ഫോളിയേഷൻകാരാണ്. പലതരം സിറങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് ഉപയോഗിച്ച് സ്കിന്നിനെ നാശാക്കുന്നു. ഇനി ഒരു കൂട്ടരാണെങ്കിൽ ഗുണത്തെക്കാൾ ഏറെ മണം നോക്കിയിട്ടാണ് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ മേടിക്കുന്നത്. ചിലവർക്ക് റെഡിയാവും, ചിലവർക്ക് റെഡിയാവില്ല. അതുപോലെയാണ് ഈ ഒരു ഫ്രീഗ്രൻസിന്റെ കാര്യം. പല സെൻസിറ്റീവ് സ്കിന്നുകാർക്കും ഇതൊരു വില്ലൻ തന്നെയാണ്. ഇനി മറ്റു കാരണങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അലർജി, പൊല്യൂഷൻ, സ്ട്രെസ്, അതുപോലെ തന്നെ ഏജിംഗ്, ഇതെല്ലാം സ്കിൻ ബാരിയർ ഡാമേജ് ആവാനായിട്ടുള്ള കാരണങ്ങളാണ്. അതുപോലെ സ്വന്തം സ്കിന്ന് നോർമൽ ആണോ, ഓയിലി ആണോ, ഡ്രൈ ആണോ, കോമ്പിനേഷൻ സ്കിന്നാണോ എന്നറിയാതെ കൂടുതലും വലിച്ചുവാരി പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നവരും ഉണ്ട്. ഇതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ ബാരിയറിനെ നശിപ്പിക്കാനായിട്ടുള്ള കാരണങ്ങളാണ്. അതുപോലെ വീട്ടില് പലതരം സാധനങ്ങൾ എടുത്ത് മുഖത്ത് പരീക്ഷിച്ച് വീണ്ടും തേച്ചൊരച്ച് കഴുകി ഈ ഒരു ബാരിയറിനെ തകർക്കുന്ന ആൾക്കാരും കുറവൊന്നുമല്ല. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ എല്ലാത്തിന്റെയും കാരണം സ്കിന്ന് ഡ്രൈ ആവുന്നതാണ്. അപ്പൊ ഈ ഡ്രൈ ആവുന്ന കണ്ടീഷൻസ് എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും? എന്താണ് നമ്മൾക്ക് ചെയ്യാൻ കഴിയുക? റിട്ടേൺ ടു ബേസിക്സ്. അതായത് നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ഉള്ള ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണെങ്കിലും, എന്തിന് ഫ്രേഗ്രൻസ് ഉള്ള അലോവേര ജെൽ ആണെങ്കിൽ പോലും യൂസ് ചെയ്യാതിരിക്കുക. ബേസിക് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൂട്ടീൻ തയ്യാറാക്കിയെടുക്കുക. അതായത് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് നിങ്ങളുടെ സ്കിൻ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ക്ലെൻസർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഈ 3 പ്രൊഡക്ട്സും യൂസ് ചെയ്യാം. ഇത് തൊലി സ്വയം ഹീലാവുന്ന നേരം കൊണ്ട് പുറമേ നിന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറിൽ സെറമൈഡ്സ്, പെപ്റ്റൈഡ്സ്, ഫാറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് ഹീൽ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. മറ്റൊരു കാര്യം അറിയേണ്ടത്, സ്കിന്നിനെ തിരിച്ച് നോർമൽ കണ്ടീഷനിലാവാനായിട്ട് ആഴ്ചകളോ മാസങ്ങളോ വേണ്ടി വന്നേക്കാം. സോ അതുവരെ പുതിയ പരീക്ഷണങ്ങളൊന്നും നടത്താതെ വേറൊരു പ്രൊഡക്റ്റും ഡിപ്പെൻഡ് ചെയ്യാതെ ഈ ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീനിൽ തന്നെ മുന്നോട്ട് പോകുക. അപ്പോൾ ഈ വീഡിയോയിലൂടെ സ്കിൻ ബാരിയറിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ഐഡിയ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.